ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിചാരിച്ചു ഒരു ഓൺ വോയിസ്, റെക്കോർഡഡ് അല്ലാത്തൊരു ഓൺ വോയിസ് വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നോക്കിയത് എങ്ങനെ വരുമെന്ന്. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോവാണ്. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, ഒരു 100-300 ഗ്രാം സ്പേസ് എനിക്ക് വേണ്ടി നീ വിട്ട് തരണം. ബിക്കോസ് എനിക്ക് ക്രോഷ്യ കുറച്ച് സാധനങ്ങൾ നാട്ടിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അതിട്ട് ആളെനിക്ക് അത് കുഴപ്പമില്ല തന്നേക്ക്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ആൻഡ് കാരണം ആൾ കൊച്ചിക്കാരിയാണ്. സോ ഐ എം ഓൾസോ ഫ്രം കൊച്ചിയല്ല, നിയറസ്റ്റ് കൊച്ചി കോതമംഗലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. സോ എൻ്റെ വീട്ടിൽ നിന്ന് പോയി വാങ്ങാനും എളുപ്പമാണ്. സോ അങ്ങനെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഷോ യു ഇൻ ദിസ് വീഡിയോ. 1 by 1 ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഓരോന്ന് ഞാനിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പോവാം. ഈ ഒരു സൺഫ്ലവറിൻ്റെ ഒരു ബ്രൗൺ കളറും യെല്ലോ കളറും, ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കൂടുതലും ഇതിൽ. ഞാനിങ്ങനെ ഒരു കോംബോ പോലെ ചെയ്തേക്കുന്നതിൽ ഈ യെല്ലോ ഷെയ്ഡാണ് കൂടുതലും വരുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. അപ്പം ഞാൻ ബാക്കിൽ ഒരു ഫെൽറ്റ് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് ലൈക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് എന്നാണ് ഇതിന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുടിയിലിങ്ങനെ മുറുകി ഇരുന്നോളും കുറച്ച് കട്ടിയിൽ. ആൻഡ് ഇതൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കുട്ടികൾക്ക് കൂടുതലും ഇങ്ങനത്തെ വലിയ പ്രശ്നമില്ലാണ്ട് ഇരിക്കാറുണ്ട്. സോ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ ഇതിലൊക്കെ യൂസ് ചെയ്തത്. ഞാൻ മിക്കതും അങ്ങനെ തന്നെയാണ് ഈ ചെയ്തേക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദിസ്. എന്ത് ഭംഗിയാണ് കാണാൻ, ലൈക്ക് ഒരു മൾട്ടി കളർ ഹെയർ ക്ലിപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും അലിഗേറ്റർ ക്ലിപ്പാണ്. എൻ്റെ ബാക്കിൽ ഞാൻ ഈ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെ, ആ ഫെൽറ്റിന് പകരം സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെ റൗണ്ട് വെച്ചിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ 1 2. അപ്പം 2 സൈഡിലും നല്ല ഭംഗിയുണ്ടാവും. പിള്ളേരൊക്കെ കുത്തിക്കൊണ്ട് പോകണതിന് നല്ല ഭംഗിയിലുണ്ടാവും. പിള്ളേരിങ്ങനത്തെ എനിക്കൊരു പോപ്പിൻസ് പോലെ ഉണ്ടല്ലേ, പോപ്പിൻസ് ഒരു ലോലിപോപ്പ് പോലെ നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുട്ടി ഉണ്ടാവിട്ട് വേണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കുട്ടിയുടെ തലയിൽ ഒട്ടിച്ചു കൊടുത്തു വിടാനായിട്ട്. ദിസ് ഇസ് ദ തേർഡ് വൺ, ലൈക്ക് നെക്സ്റ്റ് വൺ. ഇതെന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ഗ്രീന് റെഡ് ഈ കോമ്പിനേഷനിൽ വരുന്നതാണ്. സെയിം ഫെൽറ്റ് വെച്ചിട്ടുണ്ട്, അലിഗേറ്റർ ക്ലിപ്പാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇത് ശരിക്കും ഒരു ക്രിസ്മസ് തീമിലൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ക്രിസ്മസിൻ്റെ തീമിൽ നല്ലതായിരിക്കും. ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഡബിൾ ഫ്ലവറാണ്, ലൈക്ക് ഡബിൾ ലെയർ ഫ്ലവറാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, എനിക്ക് ഇത് കൂടുതൽ സൂം ചെയ്ത് കാണിക്കാൻ അറിയത്തില്ല. ഐ മീൻ ഇതെൻ്റെ ക്യാമറ ജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഓക്കെ, ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ റെഡ് കട്ട് ബീഡ്സ് ആണ്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഈ റെഡും ഗ്രീനും ഇല്ലാതെ ഇത് 2 ഡബിൾ ലെയർ ഫ്ലവർ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് എൻ്റെ ഫ്രണ്ട് കണ്ടു, ഹായ് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അത് ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഐ വിൽ ഡു ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്തു നോക്കാം. എനിക്കും തോന്നി, ആള് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ല രസമുണ്ട്. നമുക്ക് ഒരാളിങ്ങനെ നമുക്ക് നല്ലതായിട്ട് തോന്നും. പിന്നെ വേറെ ഒരാളും കൂടെ അതിനെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഇത് അപ്പം അത് ഡബിൾ ഒരു ഇതായിട്ട് തോന്നും, നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നും അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണിത്. സോ നെക്സ്റ്റ് ഈസ് ദസ് ബോ എന്നല്ലേ പറയാം, ക്യൂട്ട് ബോ. പക്ഷെ ഇത് ഇച്ചിരി വലുതാണ്. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ 2 സൈഡിൽ നിന്നും മുടിയൊക്കെ എടുത്തിട്ട് ബാക്കിൽ ക്ലിപ്പ് ചെയ്തിട്ട് ബാക്കിൽ വെക്കാനായിരിക്കും നല്ലത്. ഇത് ഞാൻ അങ്ങനത്തെ ക്ലിപ്പാണ് കൊടുത്തേക്കുന്നത്. ലൈക്ക് നമ്മളിങ്ങനെ ഇങ്ങനത്തെ വരുന്നില്ലേ ഈ ഓപ്പൺ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്ലിപ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ബാക്കിൽ ഇങ്ങനെ പോണിറ്റെയിലല്ല, 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്യുന്ന നമ്മൾ കുഴിപ്പിന്നലൊക്കെ ഇടുന്നതിൻ്റെ ഒരു കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. നല്ലൊരു ബൂ, നല്ല രസമുള്ള ബൂ. എനിക്കിഷ്ടപ്പെട്ടു. ഇതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് എന്നെ തന്നെ നോക്കി 2 മിനിറ്റ് കൈയടിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു സത്യത്തിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലുക്ക് അറ്റ് ദിസ്. ഈ റെഡ് പോർഷനല്ല, നിങ്ങൾ ഇങ്ങനെ കാണൂ ആൻഡ് ഇങ്ങനെയും കാണൂ. ഇങ്ങനെ മൾട്ടി കളർ ത്രെഡ്സ് വെച്ചിട്ടുള്ള ചെറിയ പൂക്കളാണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഫുൾ വരും. എൻ്റെ തലയിൽ ഇത് വെച്ച് കഴിയുമ്പോൾ ഒരു നമ്മൾ റെയിൻബോ തലയിൽ കൊണ്ടെടുക്കുന്നത് ആ ലൈക്ക് പർട്ടിക്കുലറായിട്ട് റെയിൻബോ കളേഴ്സ് ഒന്നുമല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ബട്ട് മൾട്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് നല്ല രസമുണ്ട്. ആൻഡ് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇത് ഞാൻ കസ്റ്റമർക്ക് ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ
ഗ്രേഡിയൻ കളേഴ്സ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഒരു കളർ ഇതിപ്പോൾ പല കളേഴ്സ് യൂസ് ചെയ്തിട്ട് വന്ന പോലെ അല്ലാണ്ട് ഇപ്പോൾ ഒരു കളർ ഇപ്പോൾ ഒരു ബ്ലൂ എടുത്ത ബ്ലൂവിൻ്റെ ലൈറ്റർ വേർഷൻസും ഡാർക്കർ വേർഷൻസും യൂസ് ചെയ്യുമ്പോൾ അതൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ഹെഡ് ബാൻഡ് പോലെ വരും. അപ്പം ഞാൻ അങ്ങനത്തെ ഒരെണ്ണം ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്ട്രാ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഗോൾഡൻ കളർ ഇവിടെ കണ്ടോ ഗോൾഡൻ കളറ് ഒരു ഹെഡ് ബാൻഡാണ്. എന്നിട്ട് ഞാനതിന് വെൽവെറ്റ് റെഡ് വെൽവെറ്റ് വെച്ചിട്ട് കവർ ചെയ്തേക്കും. കാരണം കുട്ടിയായിരിക്കും, എനിക്ക് തോന്നുന്നു 1 വയസ്സാണോ എനിക്കറിയത്തില്ല, ഏതോ ചെറിയ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, 1 വയസ്സാണോ എന്ന് എനിക്കറിയില്ല. അത്രയും കണ്ടുള്ള കുട്ടിയാണ്. അപ്പോൾ തല വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ വെച്ചേക്കുന്നതാണ്. വേദനിക്കണ്ട. എനിക്കാണെങ്കിലും ഹെഡ് ബാൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെവിയുടെ അവിടുത്തെ ഒരു എല്ല് ഇച്ചിരി വേദന കൂടുതലാണ്. അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ സാധനം വെച്ചിട്ട്. സോ ഇതെനിക്ക് ഒരെണ്ണം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭയങ്കര രസമുള്ളൂ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഇതിന് എത്ര പ്രൈസാണ് ഞാൻ ചാർജ് ചെയ്യേണ്ടത് എന്ന്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ വരുന്നതെല്ലാം ഈ ഒരു ബോയാണ്. ഈ ബോ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ഫ്രണ്ടിന് എൻ്റെ സെയിം ഏജ് ഉണ്ട്, അവൾക്ക് എൻ്റെ അനിയത്തിയുടെ സെയിം ഏജുള്ള ഒരു അനിയത്തിയുണ്ട്. സോ ഐ തോട്ട് അവളുടെ അനിയത്തി എന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തി പോലെ തന്നെ വരുമല്ലോ, അങ്ങനത്തെ ഒരു ബോണ്ടിങ് വരുമല്ലോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആൾക്കെന്തെങ്കിലും കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോ മതിയോ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അത് മതി. ലൈക്ക് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഇത് കുഴപ്പമില്ല, കുഴപ്പമില്ല മീൻസ് നല്ലതാണ്, ഇത് മതിയെന്ന്. ഒന്നും വേണ്ടെന്ന് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കെന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പം ഞാൻ ഈ ബോ കൊടുക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് വണ്ണ് വേറൊരു കസ്റ്റമറുടെ ഓർഡറാണ്. എനിക്കറിയില്ലാത്തൊരു അൺനോൺ പേഴ്സൺ ആണ്. ആൻഡ് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ബട്ട് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരാം. ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ റിവേഴ്സബിൾ ഡോള് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് എൻ്റെ ഈ ചാനലിൽ തന്നെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 3 ഡിഫറെൻറ്റ് ഡോൾസ് റിവേഴ്സബിൾ. അപ്പോൾ ഇത് ശരിക്കും ഗ്രീൻ കളറും യെല്ലോ കളറും കൂടെ വരുന്നതാണ്. നല്ല യെല്ലോ കളറും ആൻഡ് ദിസ് ലൈറ്റ് ഗ്രീൻ. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ചെയ്തേക്കുന്നത് വെച്ചാൽ ഞാൻ ഓൾറെഡി ചെയ്ത ഡോൾസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ഡബിൾ ലെയർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഒരു പോപ്കോൺ പോലെ വരുന്ന പോപ്കോൺ സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടെ ഇതായിട്ട് വരും. മറ്റേതിൽ നിങ്ങൾക്ക് അതും ഇതും കമ്പയർ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ഡിഫറൻസ് മനസ്സിലാവും. ഞാനൊന്ന് ചെയ്ത് നോക്കി. അത് ഞാൻ ഓൾറെഡി ഒരു പാറ്റേൺ നോക്കി ചെയ്യുന്നതായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് നോക്കിയതാണ്. കുറച്ച് എഫേർട്ട് കൂടുതലാണ്, പക്ഷെ നല്ല രസമായിട്ട് നല്ല ഭംഗിക്ക് വരും. ഷോർട്സ് ആയിട്ട് ഇതിൻ്റെ ഇടാം. ആൻഡ് യെല്ലോ കളർ ഡ്രസ്സ് വരും. ആൻഡ് തലയിൽ നമ്മളിങ്ങനെ റോസാപ്പ് പോലെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം. അത് റോസാപ്പ് നോക്കിയിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ ഹാൻഡിൽ ചെയ്യാനുണ്ട്. അത്രയാണ് ഇതിൽ ചെയ്യാൻ ബാക്കിയുള്ളത്. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും. ഞാനിങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എനിക്ക് കുറച്ചുകൂടെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ ഞാൻ വിചാരിക്കുന്നു ഈ വർഷം കുറച്ചുകൂടെ വീഡിയോസ് കുറച്ചുകൂടെ ഇടാം. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ.